ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫാത്തിമ താൻ്റെ വീടിൻ്റെ വാർപ്പ് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ജസ്റ്റ് വീഡിയോ ഇടാൻ വോയിസ് ഉണ്ടാവില്ല വീഡിയോ ഇടാൻ. പണിക്കാരുണ്ട് അവിടെ, കണ്ട വാർപ്പിൻ്റെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട്. ഇന്ന് വാർപ്പാണ്. മാമ്മൂട്ടിക്ക് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഫാത്തിമ താൻ്റെ ഭർത്താവ് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിയുമായിരിക്കും. അപ്പം അതാണ് ഫാത്തിമ താൻ്റെ വിശേഷം. ഇതിലൊരു സിമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് അർബാനിലാക്കിയിട്ട്. ഹിന്ദിക്കാർ സിമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അത് കുറച്ച് വീട്ടുമുറ്റത്തേക്ക് എത്തില്ല വണ്ടി. അപ്പോൾ വണ്ടി ഇവിടെ കുറച്ച് ഇങ്ങോട്ട് അകലെ ഇറക്കാൻ പറ്റുള്ളൂ. മെറ്റൽ സിമെൻറ്റ് പൊടിയൊക്കെ പിന്നൊക്കെ അർബാനിലാക്കി കൊണ്ടുപോകണം. അങ്ങനെ തന്നെ ഉണ്ട്. അവിടെ 8-9 വീടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ വീട് കയറ്റിയത്. ഇതാ പൊടി മെറ്റൽ സിമെൻറ്റ് ഇതാ കൊടുന്ന് തട്ടിയിട്ടേക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. കുറച്ചാണ് നടന്ന് കൊണ്ടുപോകണം. പിന്നെ ഫാത്തിമ താൻ്റെ വീട്, ഫാത്തിമ താക്ക് അങ്ങനെ ഒരു വീട് കയറ്റാനുള്ള കഴിവൊന്നുമില്ല. അവർക്ക് 5 പെൺകുട്ടികളായിരുന്നു. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ കൊല്ലം ഓരോ പ്രസവവും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ പിന്നെ ഇപ്പോൾ മാമ്മൂട്ടിക്കാക്ക് ഫാത്തിമ താൻ്റെ ഭർത്താവിന് അത്ര പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് മീൻ മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് വയ്യാണ്ട് കണ്ണുകൊണ്ട് ഈ ഒരു കണ്ണ് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടൊക്കെ ഒരു കണ്ണ് കാണില്ല എന്ന് തോന്നുന്നു. ഒരു കണ്ണാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പലചരക്ക് കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിത്യജീവിതം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവരുടെ. കുട്ടികളൊക്കെ കല്യാണം കഴിച്ചൊക്കെ വലിയ അധികം കഴിവുള്ള ആൾക്കാരൊന്നല്ല കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതമൊക്കെ കഴിഞ്ഞു പോകാനുള്ളൂ. ഇവരെ സഹായിക്കാനായിട്ടൊന്നുമില്ല. അങ്ങനെയാണ്. അപ്പോൾ വീട് പണി നടക്കുന്നത് വേറൊരു വഴിയാണ്. അത് ഞാൻ വീട് പാർക്കലിന് പറയാം. വീട് പാർക്കലിന് പറയാട്ടാ. ഫാത്തിമ താക്ക് വീടാരെ എങ്ങനെ വീടായി എന്നുള്ളത്. അപ്പോൾ ഇന്ന് വാർപ്പാണ്. ഇപ്പോൾ പിള്ളേരൊന്നും വരില്ല, ആരെയും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. പിള്ളേരെന്നെ വിളിച്ചാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും സൗകര്യമില്ല. അപ്പോൾ വാർപ്പേരെ ഫുഡൊക്കെ അവർ പണിയെടുക്കണവരെന്നെ കൊടുക്കണമെന്ന് തോന്നുന്നു. രാവിലെ എന്താ ചായ അല്ലെങ്കിൽ കഞ്ഞി എന്തെങ്കിലും കൊടുക്കണം. കഞ്ഞിയല്ല, പൊറാട്ട കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നിപ്പോൾ കടി ഉണ്ടാക്കാനും കഞ്ഞി ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ നോക്കാനൊക്കെ ആൾ വേണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് വീട് പണി ചായ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നത് തോന്നുന്നു. ബിരിയാണി ഉച്ചക്കൽക്ക് ബിരിയാണി ആവും. അപ്പോൾ അതും ഏൽപ്പിച്ചൊക്കെ തോന്നുന്നു. അവർക്ക് ചെയ്യാൻ ഒറ്റക്കൊന്നും കൂട്ടിയിട്ടില്ല. പിള്ളേർ വന്നാൽ ബുദ്ധിമുട്ടാണ്. പിള്ളേർ വരുമ്പോൾ വേറെ കുട്ടികളും ഉണ്ടാവില്ലേ. 5 മക്കൾക്ക് ഈ 2 3 ഉണ്ട്. ഒക്കെ ഓടുന്നാൽ എല്ലാവരും കൂടി വന്നാൽ ബുദ്ധിമുട്ടാവും. പിന്നെ പെരവാർക്കൽ സന്തോഷമായിട്ട് കഴിക്കാം, ആഘോഷമായിട്ട് കഴിക്കാം. വാർപ്പിപ്പോൾ ആരും വിളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ വീട് പണി വാർപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വാർപ്പ് കഴിഞ്ഞിട്ട് നാളെ ഇടാം ബാക്കി. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.